നമ്മളീ കാണുന്ന ഒരു കുട്ട ചിപ്പിയെ വെറും 2500 രൂപ കൊടുത്ത് വാങ്ങിച്ച് വെളിയിൽ നിന്ന് വന്ന ഒരു കൊച്ച് 3 ഷെയർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. 2500 രൂപ ഒരു കുട്ട ചിപ്പിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് തന്നെ ചിലപ്പോൾ അതിശയം തോന്നാനായിട്ട് സാധ്യത ഉണ്ട്. കാരണം നമ്മൾ ആ ചിപ്പി സീസൺ ടൈമിനിട്ട വീഡിയോസിലൊക്കെ ഒരു കുട്ട ചിപ്പി 8000 മുതൽ ഏകദേശം 12000 രൂപ വരെ വില പോയ ആ കാഴ്ചയൊക്കെ നമ്മുടെ കൂട്ടുകാർ കണ്ടതാണ്. അപ്പോൾ ചിപ്പിയുടെ സീസൺ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ വിഴിഞ്ഞം മീനൊക്കെ ലേലം ചെയ്യുന്ന സ്ഥലത്ത് ഈ ചിപ്പി കൊണ്ടുവരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. ചിപ്പിയുടെ യഥാർത്ഥ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയല്ല, നമ്മുടെ വിഴിഞ്ഞം മൊയ്തീൻ പള്ളിയുടെ അവിടെയാണ് ഇതിൻ്റെ സ്പോട്ട് വരുന്നതും. ഈ ചിപ്പി എടുക്കുന്ന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ഉള്ളതും നമ്മുടെ വിഴിഞ്ഞം മൊയ്തീൻ പള്ളിയുടെ അവിടെയാണ്. നമ്മൾ സ്ഥിരം വീഡിയോ ചെയ്യുന്ന ആ മീനിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്ന ആ പരിസരത്തുള്ള നമ്മുടെ ആൾക്കാരും ചിപ്പി എടുക്കാനായിട്ട് പോകാറില്ല. വിഴിഞ്ഞം മൊയ്തീൻ പള്ളിയുടെ അവിടെയുള്ള സഹോദരന്മാരാണ് ചിപ്പി എടുക്കാൻ പോകുന്നത്. അവരുടെ ലേലവിളിയും കാര്യങ്ങളെല്ലാം വിഴിഞ്ഞം മൊയ്തീൻ പള്ളിയുടെ അവിടെ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ പോയ 2025 സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയാണ് ചിപ്പി തൊഴിലാളികൾ ചിപ്പി എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം ചിപ്പി എടുത്ത് തീരെ ചെറുതായത് കാരണം ചിപ്പി തൊഴിലാളികൾ ചിപ്പി എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ അതിനുശേഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിപ്പി വളരാനായിട്ട് നമ്മൾ അനുവദിക്കണം. ചിപ്പിയുടെ വളർച്ച കിട്ടണമെങ്കിൽ ഇനി ഏതായാലും മൺസൂൺ കാലം കഴിഞ്ഞ് ജൂൺ മുതൽ സെപ്റ്റംബറൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചിപ്പി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് വളർച്ചയും അതുപോലെ മുതുവ ചിപ്പിയും നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവരുടെ ഈ ചെറിയൊരു യൂണിയൻ ഉണ്ട്, അതിൽ ചെറിയ തീരുമാനങ്ങളൊക്കെ എടുക്കും. നമ്മൾ ആരും ചിപ്പി എടുക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും എടുക്കാൻ പോകത്തില്ല. പക്ഷേ ഈ യൂണിയനിൽ സഹകരിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവർ കൂടുതലും ഉള്ളിലുള്ള പാറകളിലൊന്നും പോയി ചിപ്പി എടുക്കത്തില്ല. യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലുള്ള പാറയിൽ പോയി ഏറ്റവും അടിയിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുതുവ ചിപ്പി കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ചിപ്പി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മുതുവ ചിപ്പിയാണെന്ന്. ഇത് യഥാർത്ഥത്തിൽ മുതുവ ചിപ്പിയൊന്നുമല്ല. ഇത് തിരയൊക്കെ അടിക്കത്തില്ലേ, ആ സൈഡിലുള്ള കല്ലിലുള്ള ചിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ മണ്ണും കാണും, അതുപോലെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനൊക്കെ ലേലം ചെയ്യുന്ന ആ ഭാഗത്ത് ചിപ്പി കൊണ്ടുവരുന്നത് ഈ യൂണിയനുമായിട്ട് സഹകരിക്കാത്ത കുറച്ച് ആൾക്കാർ. അപ്പോൾ അഥവാ ഇവർ ചിപ്പി എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ വിഴിഞ്ഞം മൊയ്തീൻ പള്ളിയുടെ അവിടെ കൊണ്ട് കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ചിപ്പിയും ഇല്ല, ലേലവുമില്ല, ആൾക്കാരുമില്ല കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഇവർ നേരെ നമ്മുടെ വിഴിഞ്ഞം ഈ മീനൊക്കെ ലേലം ചെയ്യുന്നതിൻ്റെ അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാർ ന്യായമായിട്ടുള്ള രീതിക്ക്, അതായത് രണ്ട് ഏരിയയാണ് വരുന്നത്. നമ്മുടെ വിഴിഞ്ഞം മൊയ്തീൻ പള്ളിയുടെ അവിടെ വേറെ, പിന്നെ ലൈറ്റ് ഹൗസ് വേറെ, പിന്നെ നമ്മുടെ കോവള ലീല ഹോട്ടൽ വേറെ, അങ്ങനെ വേറെ ആൾക്കാരാണ് ഇത് യഥാർത്ഥത്തിൽ ചിപ്പിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴും കുറച്ച് ആൾക്കാർ കോവളം ഭാഗങ്ങളിലൊക്കെ ചിപ്പി എടുക്കുന്നുണ്ട്. ഇവർ എടുക്കുന്നത് വെളിയിൽ കൊടുക്കാനല്ല, ഇവർക്ക് കുറച്ച് ഹോട്ടലുകാരും അതുപോലെ കച്ചവടക്കാരും ഒരു കൊട്ടേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇവർ ഏത് സീസൺ വന്നു കഴിഞ്ഞാലും ഈ ചിപ്പി എടുത്തു കഴിഞ്ഞാൽ ഇവർ ലേലത്തിലൊന്നും വയ്ക്കത്തില്ല. ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇവർ ചിപ്പി കൊടുക്കത്തുള്ളൂ. അപ്പോൾ ചിപ്പിയുടെ സീസൺ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മുടെ വിഴിഞ്ഞ മീൻ വിൽക്കുന്ന ഭാഗത്ത് ചിപ്പി വരുന്നതെന്ന് നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായില്ല. അപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നിങ്ങളിത് വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോഴേ ഇത് ഒരുപാട് മണ്ണൊക്കെ കാണും, അതുപോലെ ടേസ്റ്റും കുറവായിരിക്കും. കാരണം ഇത് കര സൈഡിൽ തിരയൊക്കെ അടിക്കുന്ന ആ ഭാഗത്ത് നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ എന്നാൽ.